എല്ലാവർക്കും ബാക്ക് ടു ബേസിക്സിന്റെ പാർട്ട് 5ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവരും കൂടുതൽ ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ. ഈ ഫ്രാക്ഷനിൽ കുറെ പാർട്ടുകൾ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കുറെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐശ്വര്യമായിട്ട് ഫ്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഭിന്നസംഖ്യ, അപ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇപ്പോൾ 1/2 എന്ന് പറഞ്ഞത് എന്താണ്, ഒരു ഫ്രാക്ഷൻ ആണ്, ഒരു ഭിന്നസംഖ്യയാണ്. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. മുകളിലുള്ള നമ്പറിനെ നമ്മൾ ന്യൂമറേറ്റർ അഥവാ അംശം എന്ന് പറയും, താഴെയുള്ള നമ്പറിനെ ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്ന് പറയും. ഇതാണ് ബേസിക് ആയിട്ട് ഫ്രാക്ഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമുക്കൊരു ഫ്രാക്ഷനെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഭിന്നസംഖ്യനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക്, ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് മാറ്റുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ദാ ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് നിങ്ങൾക്ക് കാണാം, 6/12 4/8. അപ്പോൾ ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഏതാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴെയുള്ള നമ്പറിന്റെ പകുതിയാണ് മുകളിലുള്ളതെങ്കിൽ, ഇപ്പൊ 12ന്റെ പകുതിയാണ് 6, ഇതാ ഇവിടെ 8ന്റെ പകുതിയാണ് 4, അങ്ങനെ താഴെയുള്ള ഡിനോമിനേറ്ററിന്റെ പകുതിയാണ് മുകളിലുള്ളത് ന്യൂമറേറ്റർ എങ്കിൽ നമുക്ക് കണ്ണുമൂട്ടി ഇവരെന്തിന് തുല്യമാണെന്ന് പറയാം. ഇവർ രണ്ടുപേരും നമ്മുടെ 1/2 ഈക്വൽ ആണ്. ഇവരെ രണ്ടുപേരെയും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1/2 എന്ന് കിട്ടും, അര. ഓക്കെ, 1/2 എന്ന് കിട്ടും. ഇനി വേറെ ഫ്രാക്ഷൻ ആണെങ്കിലോ, ഇപ്പോൾ 4/12 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ ആണ്. അതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ പറയുകയാണ്, ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് മാറ്റാൻ പറയുകയാണെങ്കിൽ ഈ 4ഉം 12ഉം ആരുടെയെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ എന്ന് ആലോചിക്കുക. 4ഉം 12ഉം ആരുടെ ടേബിളിലുണ്ട്, 4ന്റെ ടേബിളിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4നെ 4x1 എന്ന് എഴുതാം, 12നെ 4x3 എന്ന് എഴുതാം. ആ ഒരേപോലെയുള്ള 4നെയും കട്ട് ചെയ്താൽ ബാക്കി എന്താണ്, 1/3 അല്ലേ. അപ്പോൾ ഇതിന്റെ ഏറ്റവും ചെറിയ രൂപം എന്ന് പറയുന്നത് 1/3 ആണ്. ഇത് ക്ലിയർ ആയോ? വേറൊരു എക്സാമ്പിളോട് നോക്കാം. 6/15. ഈ 6ഉം 15ഉം ആരുടെ ടേബിളിലുണ്ട്, രണ്ടുപേരും നമ്മുടെ 3ന്റെ ടേബിളിലുണ്ട്. 6 എന്ന് പറയുന്നത് 3x2ഉം 15 എന്ന് പറയുന്നത് 3x5ഉം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരേപോലുള്ള 3നെ കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള 2/5 ആണ് നമ്മുടെ ഉത്തരം, ഏറ്റവും ചെറിയ ഫോം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ 2/4ന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്താണെന്ന് കണ്ടുപിടിക്കുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.